ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വീണ്ടും മൈൻക്രാഫ്റ്റ് ഹാർഡ് വർക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹായ്. ഇപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. പോവാം. നമുക്ക് നേരെ നമ്മളെ ബെഡ്റൂമിൽ പോകാം ഗൈസ്. ബെഡ്റൂം സേഫ്റ്റിയാണ്, ഫുള്ള് സേഫ്റ്റി കെയർ, ഫുള്ള് സേഫ്റ്റി ഉണ്ട്. സേഫ്റ്റി നമ്മൾ ഇതിനുള്ളിലായിരുന്നു ഗൈസ്. നമ്മുടെ ഉള്ളാക്കി തീർക്കാത്തിനൊരു ഇത്, കാരണം പുറത്ത് സോങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് ബെഡ് നമുക്കത് കിടത്താണ്ട് തട്ടിക്കുട്ടിയാണ്. നമുക്ക് നേരെ പോവാം. നമുക്കൊരു വില്ലേജ് കണ്ടെത്തണം ഗൈസ്. വില്ലേജ് കണ്ടെത്താന്ന് വെച്ചാൽ വില്ലേജ് ഞാൻ കണ്ടെത്തിയിരുന്നു ഗൈസ്. ഒരു വില്ലേജ് ഞാൻ കണ്ടെത്തിയിരുന്നു. ഇവിടെ പോയിട്ടായിരുന്നു. ആരാ സോംബി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറിക്കാനാണ്. ഇത് നമ്മളെ പെറ്റൊന്നായിട്ടില്ല കൈ. പെറ്റാക്കണം എന്നുണ്ടെങ്കിൽ സ്കെൽറ്റൻ്റെ ബോവാണ്. സ്കെൽറ്റൻ്റെ സംഭവമൊന്നും ഇല്ലല്ലോ നമ്മളതിൽ. മറ്റേ എല്ലാം നിറഞ്ഞ കേസ്. ഏതൊരു വാക്കിനല്ലോ വില്ലേജ്. അങ്ങനെ ഈ ഭാഗത്തൊക്കെ ആയിരുന്നു. ഈ ഭാഗത്തോ മിനിറ്റ് ഞാൻ ഈ ഭാഗത്തൊക്കെ പോയത്. പിന്നെ അങ്ങനെ നോക്കിയില്ലത് അങ്ങനെ കിട്ടൂല. കിട്ടണമെന്നുണ്ടെങ്കിൽ ഓടി തോപ്പിച്ചാണ്. എനിക്ക് അത്ര കൈകൊണ്ട് ഓടി തോപ്പിച്ചു. ഓടി തോപ്പിച്ചാൽ മതി. ഇവിടെ അല്ല, ഏതോ ഒരു ഭാഗത്ത് വില്ലേജ് ഉണ്ടായിരുന്നു. മറന്നുപോയി. ഈ ഭാഗത്തൊക്കെ അങ്ങോട്ട് പോകുന്നു. ഈ ഭാഗത്ത് അങ്ങോട്ട് വന്നാൽ ഇതൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അവിടെ ആ വില്ലേജ് ഉണ്ടെന്ന് അറിയില്ല. പോയതാ. എന്താ വീട് എടുക്കുമ്പോൾ ലേഖാവണമാണോ കളിച്ചുമ്പോൾ ലേഖാവണോ അറിയില്ല ഗൈസ്. ചെറുതായിട്ട് ലേഖ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഗൈസ് ഇതാണ് അവിടെത്താണ് നമുക്ക് വില്ലേജ്. അയ്യാ ചെയ്തൊരു അലാക്കിനെ കുഞ്ഞടി ചെയ്യുന്നുണ്ട്. അല്ല, പെട്ടെന്ന് ചെറിയൊരു കുഴിയാണെങ്കിലും വലിയൊരു കുഴിയാണെങ്കിലും ചാടുമ്പോൾ ആരാരും പേടിച്ചില്ലേ. അതുകൊണ്ട് ഗൈസ് നമുക്ക് ഒരു ചെറിയ കുഞ്ഞൊരു വില്ലേജ് അതിൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള അയൺകോൺ വരേണ്ട ഇവിടെ. നമുക്ക് എന്നെടുക്കുന്ന മാതിരി ഫുഡ് കട്ടെടുക്കുക ഗൈസ്. കാരണം അയൺകോണെ നോക്കി പേടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അയൺകോണെ നോക്കി പേടിപ്പിച്ചിന. ഞാൻ എന്താ പറ്റി? ഞാൻ ഒന്നും നട്ടില്ല കേട്ടോ. വെറുതെ ഞാൻ നോക്കി പേടിപ്പിച്ചല്ലേ. എന്തെങ്കിലും കളയേണ്ടി വരും, അല്ലാതെ ഇത് കളയല്ലേ.
ഓ മൈ ഗോഡ്, ഇരുട്ടായി. പെട്ടടെ ഞാൻ കടന്നുറങ്ങ്. വന്ന് തന്നെ ഏറ്റവും കുമ്പാലക്ക അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ബുക്ക്. അയ്യോ, സാൻഡ് സോംബി. സാൻഡ് വില്ലേജിലില്ലേ സോംബികൾ. നമുക്ക് പൊളിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ സോംബികൾ ഈ ഒരു സ്ഥലത്ത് ഇതാവില്ല ഗൈസ്, പെട്ടെന്ന് ഇതാവില്ല. ഏറ്റവും ടൈം നമ്മൾ സാധാ സോംബികളാണെങ്കിൽ ഇതേമാതിരി കത്തിയാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. മറ്റു സോംബികളാണെങ്കിൽ കത്തിയുടെ സൗണ്ട് ഉണ്ടാക്കില്ല. അടുത്ത വൈക്കോൽ ഇത് നമുക്കില്ല, അത് മാത്രമാണ്. ഇതെല്ലാം അയ്യാ, അടിച്ച് ചത്ത് ഓടിക്കോ. വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഈറ്റങ്ങൊന്ന് അടി കിട്ടിയാൽ പോയിസനാണ്. അയ്യോ, എവിടെ നിർത്തിയിരുന്നാലും സോംബീസ്. ആ സോംബീസ് വേറെ പ്രശ്നമുണ്ട്. ഇതാണ് പ്രശ്നം. ഒരു ചാവൂല ഈ അവതാരം വെയിലുണ്ടാലും ചാവൂല. ഓല് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ പോയിസൺ കൂട്ടിയാണ് അറ്റാക്ക് ചെയ്യല്. പോയിസൺ സോംബി നമ്മൾ സോംബി ആക്കാത്തവൻ്റെ ഭാഗ്യം. വില്ലേജിൽ നിന്നും വില്ലേജിൽ എന്തെങ്കിലും കട്ടെടുക്കാണ്ടോ നോക്കണം. ഒന്നും കാണില്ല. എടുക്കാനുള്ള സംഭവം ഒന്നും കാണില്ലല്ലോ. വെറുതെ നമ്മളെ പറ്റിച്ചു. സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. സ്റ്റോറേജ് ബോക്സിൽ ആക്കുന്ന ബ്രെഡ് ഉണ്ട്. നമുക്ക് ഒന്നുകൂടി ഇതാക്കണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് സെറ്റായി. ഓ മൈ ഗോഡ്, നമുക്ക് ഇനി ബ്രെഡ് ആക്കാൻ ടേബിൾ എടുക്കണം. അപ്പം നമുക്ക് അത്യാവശ്യത്തിലില്ല ബ്രെഡായി. ഈ ഒരു ബുക്ക് വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഉണ്ടാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. വില്ലേജിൽ ഇത്ര സംഭവമുള്ളൂ. ഇവിടെ ഒന്നും ഉണ്ടല്ലോ. കോച്ചുണ്ട്, ലൈബ്രറിയൻ വില്ലേജ്. അപ്പം എൻ്റെ എന്തെങ്കിലും ഉണ്ടാവട്ടെ. ഒരു കുന്തവുമല്ല. പോട്ടെ. ബൈ. അതാണ് എനിക്ക് ഇതിനുള്ളിൽ പോയേക്കാം. വലിയൊരു റൂമാണല്ലോ. ഓ കോണിയൊന്നുമില്ല.
ഒന്നുമില്ല ഇവിടെ. പിന്നെ എന്തിനാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും? വെറുതെ കോണി വെച്ചാണ്ട് മനസ്സിനെ പറ്റിച്ചു നിന്നിട്ട്. എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം. അവിടെ എന്തൊക്കെയോ എല്ലാം തോന്നുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നല് മാത്രമാണില്ല. ഇല്ല ഗൈസ്, വെറും തോന്നലായിരുന്നു. പക്ഷേ വെറുതെ ആ വാങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് അല്ല പോട്ടെ. കുറച്ചൊക്കെ വലിയ വില്ലേജാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ആരോ ഒരാൾ എന്തൊക്കെയോ ചെയ്യുന്നു. എന്തേലാവട്ടെ, നമുക്ക് ഇവിടെ എന്തേലും എടുക്കാൻ എന്തേലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വില്ലേജ് തേടി പോകണം. ഈ വില്ലേജ് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിലും കാര്യമുണ്ട് ഈ വില്ലേജിൽ. ഈ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് വേണം നമുക്ക് ചില്ലുണ്ടാക്കാൻ. ഇത് മുഴുവൻ മറന്നു. ഞാൻ ആ സോംബി അറ്റാക്ക് ചെയ്തപ്പോ ആ കാര്യം തന്നെ അങ്ങോട്ട് വിട്ടുപോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു വില്ലേജ് തേടി പോകാൻ മുകളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. വരാൻ പറ്റില്ല, വില്ലേജസ് അല്ലേ. ഓല ചിലപ്പോൾ മുകളിൽ ഞാൻ വരണ്ടാക്കും. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വില്ലേജ് ഹൗസ് ഉണ്ട്. ഇവിടെ എന്തല്ലത് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുന്തമില്ല. ഇതിനുള്ളിൽ എന്തെങ്കിലും തിന്നാനുണ്ടോ? സ്റ്റോറേജ് ബോക്സൊന്നും ഇല്ല. ആ ഒരു പരിധി മാത്രമേ ഉള്ളൂ ഗൈസ്, ഒരു സ്റ്റോറേജ് ബോക്സ്. കോപ്പർ ഇട്ടിട്ട് കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് ലൈറ്റ് ആർമർ ഉണ്ടാക്കാം. പക്ഷെ മഴ കഴിയുമ്പോൾ ഡേഞ്ചറാണ് ഗൈസ്. മഴ കഴിയുമ്പോൾ ഇടിയൊക്കെ പൊട്ടുമ്പോൾ ഡേഞ്ചറാണ്. അതിൽ കോപ്പറല്ലേ. അതിന് മേത്തിരിക്കാൻ എന്തുകൊണ്ട്? മറ്റേ സൈൻ്റെ അതില്ലേ നമുക്ക് ഉണ്ടാക്കിയാലോ ഗൈസ്. നമുക്ക് ഈ ഒട്ടകത്തിനെ കൊണ്ടുപോവാം. അതിനുണ്ടാവും കുറച്ചുകൂടി. എന്തല്ല, ഞാൻ ഇറങ്ങാനാ നോക്കുന്നത്. സോറി, മറന്നേ പോയി. നിന്നെ പുറത്ത് കയറിയപ്പോൾ പറ്റിയ സ്ലോ മോഷനൊക്കെയാണ് ഗൈസ്. ഇതിപ്പോൾ സോറി അയ്യോ സോറി ഞാനിതൊക്കെ അതിൽ ലൈഫ് പറഞ്ഞു ഗൈസ്. ഇനി നമുക്ക് അത്യാവശ്യത്തിൽ സ്പീഡ് ഉണ്ടല്ലേ. സോറി അതിൻ്റെ എഴുത്താൻ മറ്റേതുണ്ട് മുള്ളിൻ്റെ അത്. ഏതോ അത് പോവാ. കൊതിക്കൊന്നും ചാടാറട്ടെ. കൊതിക്ക് അവിടെ വെച്ച് പേടിയാ. കുറച്ചും കൂടി നീക്കാം. ഇതിൽ കൂടെ പോ. വേറെ വില്ലേജ് തപ്പി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പോകണം. അങ്ങനത്തെ പോകണ്ടേ.
ഇങ്ങനൊരു പാത്തില്ല. അത് എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റോ റൈറ്റോ നമുക്കൊരു ബെല്ലടിച്ചിട്ട് പോവാം. ഇതൊരു പേടിച്ചോടൊക്കെ അല്ലെങ്കിൽ ആ വില്ലേജസ് അത് പേടിച്ചോടാണോ? ഇത് ആവട്ടെ. വെട്ട് ഗൈസ്. ഫാനും പോയി. നിങ്ങൾക്ക് പോകണ്ട രാത്രി ഗൈസ്. നമുക്കതിനെ കയറി കൊണ്ടുവരാം. കാരണം നമ്മൾ കാരണമല്ലേ കൂടെ പാട്ടാക്കി കൂടെ വരുന്നുണ്ടോയെന്ന് വെച്ചറിയില്ല. കാരണം ഞാൻ നീന്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. കയറി കാണട്ടെ. കയറി വന്നിട്ടുണ്ട്. ഞാൻ കടന്നിട്ടെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ സെക്കൻഡിൽ തൊണ്ട വരും. സെക്കൻഡ് ആരെന്താ തന്നെ വരും. ചില മോട്ടോർ സൈക്കിൾ സൗണ്ടൊക്കെ നമ്മളിതിനെ ഹെൽപ്പ് ചെയ്തു. എന്നെ ഹെൽപ്പ് ചെയ്യാതെ പോലെ കേസ്. ഞാൻ വേറെ നമ്മൾ കാരണം ഒരു ജന്തു വെള്ളത്തിൽ പോയാൽ ഇതിൻ്റെ രക്ഷിക്കേണ്ട ചുമതല നമുക്കല്ലേ? ആണോ അല്ലേ? ആണ് കേസ്. നമ്മൾ കാരണം ഒരു ജന്തു വളർത്ത് പോകാൻ പാടില്ല. അത് ജീവിതത്തിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും നമ്മൾ കാരണം ഒരു ജന്തുക്കളൊക്കെ ഒരു മനുഷ്യന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവരുത്. പിന്നെ ആ ഒരു ഓർമ്മ ഇതിനെ വിട്ട് പോവില്ല. ഒന്നും നമ്മളെ കാരണമാണ് അത് ഇടങ്ങാറായി എന്നുള്ള ഒരു ചിന്ത നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നിപ്പം ഇതിൽ ഞാൻ പറയണില്ല. ഞാൻ മൊബൈലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാമല്ലോ കേസ്. ഓരോ മൃഗങ്ങളെ കയറിയെടുത്തണൊക്കെ. ഇത് എവിടെയൊക്കെ എത്തി നമ്മൾ? ഏതൊക്കെ കൊണ്ടും മുഴുവൊക്കെ പോകണേ നമ്മൾ? ഓരോ മൊബൈലെടുത്ത് കാണാമല്ലോ. വേറെ വില്ലേജ് അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മതിലിട്ടണം. അയ്യോ, ഞാൻ ഇറങ്ങാനാ നോക്കിയത്. അയ്യോ സാറ്. മഴ കഴിയുമ്പോൾ വേറെ പ്രശ്നം. മഴ കഴിയുമ്പോൾ പെട്ടെന്ന് ഇരുട്ടാവണമെന്ന് അറിയില്ല. ഇതിന് കുറച്ച് ഇങ്ങനെ ഇരുട്ടായി കാണുമ്പോൾ അറിയുള്ളത് ഈ രാത്രി ആയിരുന്നുള്ളത്. ഇത് പെട്ടെന്ന് ഇരുട്ടാണോന്നും അറിയില്ല. ഇരുട്ടാണ് ഞാൻ പറഞ്ഞത്. പുസ്തകത്തിന് നമുക്ക് പോകാൻ പുസ്തകത്തിന് ചുറ്റും പോകാനുള്ള ഇതുണ്ടാക്കുന്ന പാത വഴികൾ ഉണ്ടാക്കുന്നുണ്ട്.
നമുക്കിതിവിടെ ഒളിച്ചു വരുത്താൻ അതവിടെ കുഴങ്ങിയിരുന്നു ഗൈസ്. ഇവിടെ വരില്ലേ ഇത് നോക്കാം. തലക്കാറ്റിന് ഇവിടെ കേട്ടോ. നമുക്ക് പുറത്ത് പോകാല്ലേ, പാലം ഉണ്ടാക്കട്ടെ. പാലം ചെറിയൊരു തട്ടിക്കുട്ടി പാലം ഉണ്ടാക്കട്ടെ. തട്ടിക്കുട്ടി പാലം നമ്മൾ പാലം റെഡിയാക്കിയിട്ട് വരാം ഗൈസ്. പാലം ശരിയാക്കട്ടെ. അത് നമ്മൾ പാലം റെഡിയാക്കിയിട്ടുണ്ട്. ഒട്ടകം തിന്നാൻ പോയി ഗൈസ്. നമുക്ക് ഒട്ടകം തിന്നാൻ പോയി. കയറി പോയോട്ടെ. എങ്ങോട്ടേലും കയറി പോയിണ്ടാവും. അത്രയും നേരം ഇവിടെ വെറുതെ നിൽക്കല്ലേ. ഇപ്പോൾ ബോറടിച്ചപ്പം പോയതൊക്കെ. ഇവിടെ നിന്ന് കാണാമല്ലോ. എവിടെ പോയി? അപ്പുറത്ത് പോകാൻ ഏതായാലും അതിന് കഴിയില്ല. കാരണം വെള്ളമായിട്ട് മുങ്ങിപ്പോയോന്നൊരു സംശയം. ഇവിടെ ഈ പന്നിക്കുട്ടിയുടെ പേര് ഇവിടെ പന്നിക്കുട്ടിയോട് ചോദിച്ചിട്ടും കാര്യമില്ലല്ലോ. പോയി. My God, zombies. Zombies. എന്താണ് കഴിക്കാൻ? ഓക്കെ നൈറ്റ് ഇവിടെ വിളിച്ചിരിക്കുന്ന കള്ള. ഞാൻ എവിടൊക്കെ തന്നെ ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. റെസ്റ്റ് അപ്പോൾ നമുക്ക് അപ്പുറത്തൂടെ പോണ്ടേ. എനിക്കായിട്ട് പാതൊക്കെ റെഡിയാക്കി വെച്ചാണ്. ചാവട്ടിട്ട് നമ്മളെ കൊല്ലാമെന്ന തോമ്പി. അതേ കടിച്ചിട്ടില്ല ചെറുതായിട്ട്. റേഞ്ച് പ്രശ്നമില്ല ഗൈസ്. മൊബൈലിൻ്റെ പ്രശ്നമാണോ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നമാണോ അറിയില്ല. ചെറുതായിട്ട് ലേഗൊക്കെ അടിച്ചിട്ടുണ്ട്. അല്ല നമ്മൾക്ക് നല്ല ഫോണിന് ഭാഗത്ത് പോക്കിയിട്ട് ഒരു വില്ലേജ് ഒന്നും കാണില്ല ഗൈസ്. ഇതിൽ കൂടെ പോയാൽ ഒരു വില്ലേജ് കണ്ടെത്താൻ കയ്യോ അറിയില്ല. നോക്കട്ടെ.
മീൻകുട്ടി ഒരു ലോ ബേഡ്സ് ഇവിടെ പോകുന്നുണ്ട് ഗൈസ്. ലോ ബേഡ്സ് പേര് സുധിയണ്ണ വിളിച്ചത് മീനുക്കുട്ടി എന്നാണ് വിളിച്ചത്. സുധിയണ്ണനെ അറിയാത്തവരാരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന ആളല്ലേ സുധിയണ്ണൻ. അയ്യോ, അടുത്ത പാലം ഉണ്ടാക്കാൻ വെച്ച നമുക്കൊരു ബോട്ട് ഉണ്ടാക്കേണ്ടി ബനിയും കൊണ്ടാണ് നീന്ത. മെയിനില്ല സംഭവങ്ങളില് ഇല്ല. നമ്മൾ സ്റ്റിക്കാക്കിയിട്ട് നമ്മൾ വെച്ചാൽ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കി ആയിട്ടാണ്. അയണ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഉണ്ടെന്ന് ഉണ്ടാവും ചറിയായിരുന്നു. ഇല്ലായിരുന്നു ആ ഒരയണ്. അപ്പോൾ ആ ഒരയണിട്ട് ഞാൻ തട്ടുന്ന തേനും പേര് 5-6 തരില്ലേ പ്ലീസ്. എന്തായാലും ഒരു പറ്റിച്ചപ്പ നമ്മളെ പറ്റിച്ച്. നമുക്ക് ഈ സോംബിയുടെ ഇത് മറ്റേ സോംബിയുടെ മാംസം നമുക്ക് കളയാം. കാര്യം നമുക്ക് ബോട്ടിലാക്കാൻ തരില്ല. ഇവിടെ നമ്മൾ ഒട്ടാൻ പോയി എനിക്ക് എപ്പോൾ നോക്കിയാലും കറങ്ങി നടക്കുക. മര്യാദക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബോട്ടിൽ മര്യാദക്ക് കയറി കിട്ടും. ഇടയ്ക്കല്ല സോംബിയോടെ തോന്നുന്നുണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കണേ. ബോട്ട് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ബോട്ട് സെറ്റായിട്ടുണ്ട്. എടോ ഇവിടെ ഉണ്ടോ? മര്യാദക്ക് ഈ ബോട്ടിൽ കയറിക്കെ. എന്നെക്കൊണ്ട് ബോട്ടിൽ കയറാൻ കഴിയുണ്ടാവട്ടെ. ഇങ്ങോട്ടേ എൻ്റെ പുറത്ത് കയറാനല്ല, ഈ ബോട്ടിലുള്ള കയറി. എനക്കായിട്ട് ഇനി വേറെ ബോട്ട് ഉണ്ടാക്കേണ്ടി വരുമോ? അതാണ് എൻ്റെ ഒരു സംശയം. ഓനക്കായിട്ട് നമ്മൾ വേറെ ബോട്ട് ഉണ്ടാക്കേണ്ടി വരും. ബോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചോണ്ടേണ്ടി വരും. മിക്കവാറ് വേണ്ടി വരും. വേറെ ബോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു ഗൈസ്.
കയറിയുണ്ട് കുറച്ച് ഉണ്ട്. വില്ലേജ് കണ്ടെത്തിയിട്ടില്ലല്ലോ. വില്ലേജ് കണ്ടെത്തുന്നതിന് മുന്നേ വീഡിയോ 3 ആയി. നോക്കട്ടെ, വില്ലേജ് കണ്ടെത്തിയിട്ട് നമുക്ക് ഗൈസ് നിങ്ങളെ മീറ്റ് ചെയ്യാം. പ്ലസ് നമ്മൾക്ക് ഒരു ബാഡ് ന്യൂസ് പറയാണ്ട്. ഇതിന് നമുക്ക് ബോട്ടിൽ കയറ്റാനും പറ്റില്ല. പിന്നെ കൊണ്ടുപോകാനും പറ്റില്ല ഗൈസ്. നമുക്ക് ഫുഡ് കൊടുക്കാം. ഫുഡ് തന്നെ ലൈറ്റാണ് ഫുഡ് തോന്നുന്നു. അവിടെ കൊടുത്തോട്ടെ. ഇതാണ് ഇനി സെപ്പറേറ്റ് ആകണം. നോക്കട്ടെ.